ബംഗളൂരുവിൽ 2 പേർക്ക് HMP വൈറസ് ബാധ കണ്ടെത്തി 8-3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതേസമയം കുട്ടികൾക്ക് വിദേശയാത്രാ പശ്ചാത്തലം ഇല്ല. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഐസൺ, ചൈനയിൽ നിന്ന് വീണ്ടും ഒരു വൈറസ് അത് ഭാരതത്തെ താമസിയാതെ കീഴ്പ്പെടുത്തുമെന്ന രീതിയിലുള്ള വാർത്തകൾ ഒക്കെയാണ് പ്രചരിച്ചിരുന്നത്. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു വൈറസ് ബാധ സ്ഥിരീകരിച്ചുകൊണ്ട് ബംഗളൂരിൽ നിന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 8-3 മാസം പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പക്ഷേ ഇവർക്ക് വിദേശ പശ്ചാത്തലമില്ല, ഇവർ വിദേശത്ത് പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നല്ലേ അന്വേഷിക്കേണ്ടത്. ഐസൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ആശങ്കയ്ക്ക് വകയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഐസൺ? അനിൽ നമ്പ്യാർ, നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയം വളരെ പ്രമുഖേടായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഏറെ ഗൗരവമേറിയ ഒരു സാഹചര്യമായി നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 2 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതായത് ഒരു 3 മാസം പ്രായമുള്ള കുട്ടിക്ക്, രണ്ടാമതും ആദ്യം 8 മാസം പ്രായമുള്ളൊരു കുട്ടിക്കും ബംഗളൂരുവിൽ ഈ HMPV റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അത് ഇൻഫെക്റ്റഡ് ആയതായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇവർക്ക് വിദേശയാത്രാ പശ്ചാത്തലമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം, ഇത് ചൈനയിലെ വകഭേദം തന്നെയാണോ ഇന്ത്യയിലെത്തിയത് എന്ന് സംബന്ധിച്ച് കൃത്യമായൊരു ഉറപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല. നമുക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇതൊരു സ്വകാര്യ ലാബറട്ടറി, ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യ ലാബറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് HMPV ആണ് എന്നൊരു സ്ഥിരീകരണം വന്നത്. അത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിൻ്റെ സ്ട്രെയിൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് സ്ഥിരീകരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ICMRൻ്റെ ഭാഗത്തു നിന്നും അത് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ കമ്പാരിസൺ സാമ്പിൾസ് ഇല്ല എന്നതാണ് ഇത് ചൈനയിലേതാണോ, ചൈനയിലേതിന് സമാനമായ വൈറസ് ആണോ എന്നത് സംബന്ധിച്ച ഒരു ആശങ്ക നിലനിൽക്കുന്നത്. നിലവിൽ ചൈനയിലെ ഇതിൻ്റെ ജനിതക സവിശേഷതകൾ അല്ലെങ്കിൽ ജനിതക ഘടന സംബന്ധിച്ച കമ്പാരിസൺ ഡാറ്റ ലഭ്യമാക്കുന്നതിനുള്ള സാമ്പിളുകൾ നമുക്ക് ഭാരതത്തിലെ ഇൻഫോർമാറ്റിക്സിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇത് ഒരു മൈക്രോബയോളജിക്കൽ ഇൻഫോർമാറ്റിക്സിൽ വന്ന ഒരു ഡാറ്റയല്ല. ഈ വൈറസ് സംബന്ധിച്ചും ഈ ചൈനയിൽ പടർന്നു പിടിക്കുന്ന വൈറസ് സംബന്ധിച്ചും അതിൻ്റെ സ്വഭാവം സംബന്ധിച്ചും ലോകം മുഴുവൻ വ്യക്തമായ ശാസ്ത്ര മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മാസികകളിലോ ഒന്നും ഇതുവരെ അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. വന്നിരുന്നുവെങ്കിൽ ഇതിൻ്റെ ജനിതക ഘടന റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി അതിനെ കമ്പാരിസൺ ഉണ്ടോ എന്ന് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുമായിരുന്നു. ഈ സാമ്പിൾ ഇല്ലാത്തതാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷനായി നിലനിൽക്കുന്നത്. എങ്കിൽ കൂടി അത് ചൈനയിലേതാകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യ മന്ത്രാലയത്തിൽ നടന്ന റിവ്യൂവിലെല്ലാം തന്നെ വ്യക്തമാക്കപ്പെട്ടത്. ഭാരതത്തിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, സാധാരണ നമുക്ക് വരുന്ന ജലദോഷം പോലുള്ളൊരു വൈറസ് തന്നെയാണ്. ആ വൈറസിന് ചില വിർലൻ്റ് സ്വഭാവം വരുന്നു എന്നതാണ് ഇതിൻ്റെ വൈദ്യശാസ്ത്രപരമായ അല്ലെങ്കിൽ ഈ വൈറസുമായി ബന്ധപ്പെട്ട വൈറോളജിയുമായി ബന്ധപ്പെട്ട ഒരു പഠനങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭാരതത്തിലുണ്ടായിരുന്നിരിക്കാം, ഒരു പക്ഷേ ഇത് ചൈനയിൽ നിന്ന് വന്നതായിരിക്കാം എന്നത് സംബന്ധിച്ച ഒരു കൃത്യത ഇനിയും വരേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വൈറസ് അത്ര ഗൗരവതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസ് അല്ല എന്നതാണ് ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകമായി പറയപ്പെടുന്നത്. പക്ഷേ ഗൗരവമേറിയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇൻഫൻസിലാണ്, അതായത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നത് ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ്. അത്തരത്തിലുള്ള കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച് പ്രത്യേക കരുതൽ വേണ്ടിവരും. ആ ഒരു സാഹചര്യമെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇത് പടർന്നു പിടിക്കുകയോ കൊറോണയോളം വ്യാപകമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമെന്നൊരു സാധ്യത നിലവിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ അത്രയും കൃത്യമായ കണ്ടെയ്ൻമെൻറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആ ഒരു രീതികളിലേക്കോ നമ്മൾ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്, ലോകാരോഗ്യ സംഘടന വരെയുള്ള സംവിധാനങ്ങൾ. എന്നാൽ ഇത് സംബന്ധിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനുമാവില്ല. നിലവിൽ ഐസൺ, ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ 3 മാസം പ്രായമുള്ള കുട്ടി ആശുപത്രി വിട്ടിട്ടുണ്ട് എന്ന വാർത്തയും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആശ്വസിക്കാം. ഐസൺ, ചൈനയിൽ ഇതിൻ്റെ അവസ്ഥ എന്താണ്? ചൈനയിൽ ഇത് സംബന്ധിച്ച് അനിൽ നമ്പ്യാർ വിശദമായ വിവരങ്ങളൊന്നും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. കാരണം നമുക്കറിയാവുന്നതാണ്, സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ നിരവധിയായി ആശുപത്രികൾ തിങ്ങി നിറയുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്, ചൈനയിൽ നമ്മുടെ ഭാരതീയ പാരമ്പര്യ ചികിത്സാ രീതി പോലുള്ള ചൈനയിലെ ആ ചികിത്സാ സമ്പ്രദായമാണ് വലിയ തോതിൽ അവിടെ തുടരുന്നത്. ഭാരതത്തിൽ ആധുനിക മരുന്ന് സംവിധാനങ്ങൾ, ആധുനിക വൈദ്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് അത്ര ശക്തമല്ല ചൈനയിൽ. ഇത്തരത്തിൽ
തരത്തിലുള്ള ആധുനിക മെഡിക്കൽ സയൻസസ്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ മെഡിക്കൽ സയൻസസ്, ശാസ്ത്രീയമായ ആയുർവേദം പോലുള്ളൊരു സംവിധാനത്തിലാണ് കൂടുതലും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചികിത്സാ രീതികളിലേക്ക് എത്തിപ്പെട്ടവരിൽ ഈ വൈറസിൻ്റെ സാധ്യത എന്ത് എന്ന് സംബന്ധിച്ചുള്ള പരിശോധന വേണ്ടി വരുമെന്നതാണ് നിലവിലെ ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ പടർന്നു പിടിച്ചതിൻ്റെ വിശദമായ വിവരങ്ങളൊന്നും പുറത്തുവിടത്തക്ക രീതിയിലുള്ള ഗവേഷണങ്ങളോ പഠനങ്ങളോ മെഡിക്കൽ പഠനങ്ങളോ പോലും ചൈനയിൽ നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ നിരവധി ആശുപത്രികളിൽ തിങ്ങി നിറയുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയായിരുന്നു. അത്തരത്തിൽ വന്ന റിപ്പോർട്ടുകൾ സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഭാരത വിദേശകാര്യ മന്ത്രാലയവുമായി ഇക്കാര്യം മാധ്യമപ്രവർത്തകർ തന്നെ വിദേശകാര്യ മന്ത്രാലയ വക്താവിനോട് ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയത്തക്ക വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു രൂപം ചൈനയിൽ ഉണ്ടായിരിക്കുന്ന രോഗത്തെക്കുറിച്ച് ലോകത്തിനില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൃത്യമായ വിവരങ്ങൾ നിരീക്ഷിക്കാനും അറിയിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നിരുന്നു, മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ചൈനയിൽ ഇത് പടർന്നു പിടിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കുട്ടികളിൽ ഗൗരവതരമായി ഇത് പടർന്നു പിടിക്കുന്നു. 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ അതിഭീകരമായി ഇത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ പടർന്നു പിടിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ് ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസിൻ്റെ മറ്റു വൈറസുകൾക്ക് പോലെ തന്നെ, അതായത് ഈ പൾമിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസുകൾ പോലെ തന്നെ ഈ വൈറസും സ്വാഭാവികമായും ന്യൂമോണിയയിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയ തോതിലുള്ള മരണങ്ങളിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യത ഉണ്ടാകുന്ന അപകടകരമായൊരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു റിസ്ക് അവിടെ നിലനിൽക്കുന്നു. അതുപോലത്തെ പ്രായമേറിയവരിലും ഈ ശ്വാസകോശ സംബന്ധമായ അലർജി അതുപോലുള്ള രോഗങ്ങളുള്ളവരിലും ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും അത് ഗൗരവതരമായി മാറാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ചൈനയിലെ വിവരങ്ങൾ ഭാഗികമായി മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ വൈറസിൻ്റെ ബയോ ഇൻഫോർമാറ്റിക്സ് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ കൃത്യമായി ലഭ്യമായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബയോ ഇൻഫോർമാറ്റിക്സ് ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ ഈ സ്ട്രെയിൻ, ഈ തരത്തിലുള്ള ചൈനയിലുള്ള വൈറസിൻ്റെ സ്വഭാവമുള്ള വൈറസുകൾ ലോകത്ത് മറ്റിടത്തെവിടെയെങ്കിലും കണ്ടെത്തിയോ എന്ന് സംബന്ധിച്ചുള്ളൊരു കമ്പാരിസൺ സ്റ്റഡി നടത്താനും നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. എന്നാൽ ഇതൊക്കെ കുറേ കൂടി കാര്യക്ഷമമായി വരും മണിക്കൂറുകളിൽ നടത്തപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ആശുപത്രി വിട്ടു എന്ന് പറയുന്നത് ആ ഇൻഫെക്ഷൻ്റെ തോത് കുറഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായൊരു തെളിവ് തന്നെയാണ്. ഇത്തരത്തിലൊരു അണുബാധ ഒരു നിമിഷം ഞാൻ ഇടപെടുകയാണ്. IMAയുടെ പ്രതിനിധി ഡോക്ടർ ബെന്നി ചേരുന്നു. ഡോക്ടർ ബെന്നി, ഈ കുഞ്ഞുങ്ങൾക്ക് 8ഉം 3ഉം മാസം പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾക്ക്, ബാംഗ്ലൂരിലെ 2 കുഞ്ഞുങ്ങൾക്കാണ് ഈ HMP വൈറസ് ബാധ അത് സ്ഥിരീകരിച്ചത്. പക്ഷേ 3 മാസം പ്രായമുള്ള കുട്ടി ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുന്നു. മാത്രമല്ല, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന്. എങ്ങനെയാണ് പൊതുവേ ഈ വൈറസ് ബാധയെ നോക്കി കാണുന്നത്? ആക്ച്വലി ഹ്യൂമൻ മെറ്റാന്യൂമർ വൈറസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭയപ്പെടേണ്ട രീതിയിലുള്ള ഒരു വൈറസ് അല്ല എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള മാസീവായിട്ടുള്ള സ്പ്രെഡോ അത്ര കണ്ടുള്ള തീവ്രമായ രീതിയിൽ അങ്ങനെ പോകുന്ന ഒരു വൈറസ് അല്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ തന്നെ ഈ ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസിന്റെ ആൾറെഡി തന്നെ ചെറിയ ചെറിയ സ്പ്രെഡുകളുടെ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ചൈനയിൽ ഐഡന്റിഫൈ ചെയ്തതുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടാകണമെന്നുമില്ല. അതുമായിട്ട് യാതൊരുവിധ കണക്ഷനും കാണണമെന്നില്ല. നമ്മൾ ഇപ്പം ലബോറട്ടറി പരിശോധനകൾ ചെയ്തപ്പോഴത്തേക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്തതാകാം. അതും ചൈനയുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഉണ്ടാവണമെന്നും ഇല്ല. സോ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ടത്, പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യതയും നമ്മളുടെ മുന്നിൽ കാണുന്നില്ല. എല്ലാവരും കൃത്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്യുക. മറ്റ് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നവർ പ്രത്യേകിച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഡോക്ടർ ബെന്നി, ഒരു ദുരനുഭവം നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്. മാത്രമല്ല, വളരെ ഗുരുതരമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം ചൈനയിലുണ്ടായ വൈറസ് ബാധയുണ്ടായി കഴിഞ്ഞാൽ അതിനെ വളരെ ഗൗരവത്തോടെ നമ്മുടെ ആളുകൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ? അതെ. നമ്മൾ ഒരു COVID-19 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളുടെ മുന്നിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ചൈനയിൽ നിന്ന് എന്ത് റിപ്പോർട്ട് ചെയ്താലും അതിനെക്കുറിച്ച് കൂടുതലും ഇത് വരികയും അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ആൾക്കാർ ചിന്തിക്കുകയും ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. വളരെയധികം നന്ദി ബെന്നി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും ഐസനിലേക്ക് പോവുകയാണ്. ഐസൻ, ഡോക്ടറും പറയുന്നു വലിയ ആശങ്ക ഇക്കാര്യത്തിൽ വേണ്ട, പക്ഷേ നേരത്തെ ഐസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കരുതൽ വേണം, അല്ലേ?
തീർച്ചയായും കരുതൽ ഏത് വൈറൽ ഇൻഫെക്ഷനെ സംബന്ധിച്ചിടത്തോളമായാലും അത് പടരുന്ന സാഹചര്യങ്ങളുണ്ട്. പടരുന്ന സാഹചര്യങ്ങൾ സ്വാഭാവികമായും അത് മനുഷ്യരിൽ ബാധിക്കുന്നതാണെങ്കിൽ മനുഷ്യരുടെ സ്രവങ്ങളിൽ നിന്ന് അത് അന്തരീക്ഷത്തിലൂടെയൊക്കെയാണ് പടരുന്നത്. മനുഷ്യസ്രവങ്ങൾ തന്നെയാണ് അത് പടർത്തുന്നതിനൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതാണ് നേരത്തെ നമ്മൾ കൊറോണയുടെ കാലത്തെല്ലാം തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ആശയം മുന്നോട്ട് വയ്ക്കാനുള്ള അടിസ്ഥാന കാരണം. ഒരു കൃത്യമായ 1 മീറ്റർ ദൂരത്തിൽ 2 മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ഉള്ള സ്രവങ്ങൾ മറ്റൊരു മനുഷ്യ ശരീരത്തിൽ എത്താനുള്ള സാധ്യത അകലം ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആ ആശയത്തിൻ്റെ തന്നെ അടിസ്ഥാനം. അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഏത് സമയത്തും വൈറസിനെതിരെ സ്വീകരിക്കാവുന്നതാണ്. വൈറസിനെതിരെ കൃത്യമായി സ്വീകരിക്കേണ്ടതുണ്ട്. വൈറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇത് രോഗത്തിൻ്റെ പടരുന്ന രീതി വളരെ ശക്തമാണെങ്കിലും അത് മനുഷ്യ ശരീരത്തിലെത്തിയാൽ വലിയ തോതിൽ അത് രോഗമുണ്ടാക്കുമെങ്കിലും മനുഷ്യ ശരീരത്തിന് പുറത്ത് സെക്കൻഡുകൾ മാത്രമാണ് വൈറസുകൾ ജീവിച്ചിരിക്കുക. ഏത് വൈറസ് ആയാലും, അത് എയ്ഡ്സ് വൈറസ് ആയാലും മനുഷ്യ ശരീരത്തിന് പുറത്ത് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് ജീവനോടെ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വാഭാവികമായ അകലം, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അങ്ങനെയുള്ള സംവിധാനങ്ങളും എല്ലാം തുടരുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിന് പുറത്ത് തന്നെ അധികകാലം തുടരാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ചില വൈവിധ്യങ്ങളുള്ള വൈറസുകളുണ്ട് എങ്കിൽ കൂടി അത് റീജനറേറ്റ് ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി അത്തരത്തിൽ ഗൗരവമായൊരു സാഹചര്യം നിലവിൽ ഈ HMP-യുമായി ബന്ധപ്പെട്ടില്ല. HMP ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന വൈറസിനെ അത്തരത്തിൽ ഭീകരമായ ഒരു പടർന്നു പിടിക്കുന്ന സ്വഭാവമോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമോ ഇല്ല എന്നതുകൊണ്ട് തന്നെ, മാത്രമല്ല അത് ലങ്സ് ഇൻഫെക്ഷനിലേക്കൊക്കെ ചെല്ലുന്നത് വളരെ അപൂർവമായൊരു സാഹചര്യത്തിലേക്കും കൂടിയായതിനാൽ തന്നെ ശക്തമായ പ്രതിരോധശേഷി മനുഷ്യ ശരീരത്തിലുണ്ടാകുന്നതോടുകൂടി, പ്രതിരോധശേഷി കുറഞ്ഞവരിൽ സാധ്യത രോഗത്തിൻ്റെ തീവ്രത കൂടാൻ സാധ്യതയുണ്ടെങ്കിലും പ്രതിരോധശേഷി ശക്തമായി ഉള്ളവരിലെല്ലാം തന്നെ, സ്വാഭാവികമായി ഉള്ളവരിൽ തന്നെ ഇത് സ്വാഭാവികമായ പ്രതിരോധത്തിന് വിധേയമായി നശിച്ചു പോകുന്ന ഒരു വൈറസാണ്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്കുള്ള സാധ്യത നിലവിൽ കൊറോണയോളം ഇല്ല. കൊറോണയുടെ വളരെ ചെറിയൊരളവിൽ പോലും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, HMP വൈറസ് ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ബംഗളൂരുവിൽ വൈറസ് ബാധ കണ്ടെത്തിയ 3 മാസം പ്രായമുള്ള കുഞ്ഞ് ആശുപത്രി വിട്ടിരിക്കുന്നു. ഐസൻ ജോസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത്.